എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് കൊയിലാണ്ടി ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അജയ് ബോസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അജയ് ബോസ്, തലനാരിഴയ്ക്കാണ് ഒരു രക്ഷപ്പെടൽ തൊഴിലാളികളുടെ അല്ലെ സംഭവം. ഇന്ന് വലിയ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു 24 കോടിയോളം രൂപ ചെലവിട്ടിട്ട് നിർമ്മിച്ചൊരു പാലമാണ് പുഴയിൽ തകർന്നു കിടക്കുന്നതായി കാണുന്നത്. ഈ ഒരു ബീം തകർന്നു വീഴുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത്ഭുതകരമായി തൊഴിലാളികൾ രക്ഷപ്പെട്ടു, അതൊരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ നിർമ്മാണത്തിലെ അപാകത അത് ചൂണ്ടിക്കാണപ്പെടുത്തണം, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിക്കെതിരായ കൂടുതൽ ഇവരുടെ ഒരു നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതയും വരണ്ടേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതെ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ജോലിയിൽ ഏർപ്പെട്ട തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെയാണ് ഈ പാലത്തിന്റെ പ്രധാനപ്പെട്ട സെന്റർ ഭാഗമാണെന്ന്, അതിന്റെ ബീമാണെന്ന് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മഞ്ചേരി ആസ്ഥാനമായിട്ടുള്ള PMR കൺസ്ട്രക്ഷൻ എടുത്ത വർക്കായിരുന്നു. ഇതിന്റെ കേരള പൊതുമരാമത്ത് വകുപ്പും അതുപോലെ തന്നെ കേരള റോഡ് ഫണ്ട് ബോർഡും അതുപോലെ തന്നെ DMO യൂണിറ്റും മേൽനോട്ട ചുമതല വഹിക്കുന്ന കിഫ്ബിയിൽ നിന്ന് 24 കോടി രൂപ പാസ്സാക്കി പ്രവർത്തനം നടക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി, കൊയിലാണ്ടി അസംബ്ലികളെ, അതുപോലെ തന്നെ ചേമഞ്ചേരി പഞ്ചായത്ത്, അത്തോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാർക്ക് ഗുണഭോക്താക്കളാവാൻ മാറുമായിരുന്ന ഒരു പാലമാണ് തോരായിക്കടവ് പാലമെന്ന് നമുക്കറിയാം. ആ പാലമാണ് ഇന്ന് അതിന്റെ സെന്റർ ഭാഗം പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തകർന്നു വീഴുകയും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവിടെ ഇരുന്ന തൊഴിലാളികൾ അതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ പണി തുടങ്ങി ആ കോൺക്രീറ്റ് ഇനി കുറച്ച് കൂട്ടുകൾ മാത്രം കൂടെ അതിലേക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. ആ ഭാഗം കംപ്ലീറ്റ് ആയനെ. രാവിലെ തുടങ്ങിയ പണി അവസാനിപ്പിക്കാൻ ഏതാണ്ട് 4 മണിയോടെ അവസാനിപ്പിക്കാനിരിക്കുന്ന സമയത്ത് എല്ലാ ജോലിയും പൂർത്തിയായി കഴിഞ്ഞ അവസാന സമയത്താണ് ഇത് തകർന്ന് പുഴയിലേക്ക് വീണിട്ടുള്ളത്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പാലം നമ്മൾ ആർക്കിടെക്ട് ചെയ്യുന്ന സമയത്ത് കേരള പൊതുമരാമത്ത് വകുപ്പും അതുപോലെ തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയും പൊതുജനങ്ങളോടും അതുപോലെ തന്നെ ഇത് നോക്കിക്കാണുന്ന ആളുകളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേശീയ ജലപാതയ്ക്ക് കുറുകെ പോകുന്നൊരു പാലമാണ് ഈ തോരായിക്കടവ് പാലം. ഇതിന്റെ നടുവിലായിട്ട് ജലയാനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് 55 മീറ്റർ ഉയരത്തിലും അതുപോലെ തന്നെ ജലവിധാനത്തിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിലായിട്ടും ബ്രോസ്റ്റിംഗ് ആർച്ച് രൂപത്തിലാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ നടുവിലൂടെയുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾ ഒരുപാടായിട്ട് കടന്നു പോകുന്ന, വസിക്കുന്ന ആളുകൾ ജീവിക്കുന്ന മേഖലയാണ് ഈ മേഖല. അതിലൂടെ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ഉപജീവനമാർഗം കണ്ടെത്തുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ജല വിധാനത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ എവിടെയൂടെയാണോ ഇത് 55 മീറ്റർ ഉയരവും അതുപോലെ തന്നെ 6 മീറ്റർ നീളവും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ രൂപകൽപ്പന ചെയ്തത്, ആ ഭാഗമാണ് നടന്നു വീണിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പാലം യാഥാർത്ഥ്യമായി, ഈ പാലം ഉദ്ഘാടനം നിർവഹിച്ച് ഈ പാലം യാഥാർത്ഥ്യമായി ആയിരക്കണക്കിന് ആളുകൾ കടന്നു പോകുന്ന ഈ പാലത്തിന്റെ മുകളിലൂടെയും താഴെയൂടെയും ജനങ്ങൾ കടന്നു പോകുന്നൊരു സ്ഥിതിയുണ്ട്. ആ സമയത്തായിരുന്നു ഇങ്ങനെയുള്ളൊരു അപകടമെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട വലിയൊരു ദുരന്തം തന്നെ നമ്മൾ നേർമുഖത്ത് കാണേണ്ടി വരുമായിരുന്നു. അത് എന്തോ ഒരു ഭാഗ്യ കാരണത്താൽ അത് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, ഇന്ന് പ്രവൃത്തി പൂർത്തിയാകാൻ അവസാന സമയത്ത് തൊഴിലാളികൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് നമുക്കറിയാം. അത്രത്തോളം വരുന്ന കോൺക്രീറ്റ് ഇതിനകത്ത് നിറച്ചിട്ട് ആ വലിയ ഭാഗം, സെൻട്രൽ ഭാഗം, ആ കോൺക്രീറ്റ് പ്രവർത്തനം പൂർത്തിയാകുന്ന സമയം വരെ ഇതിന് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് മേൽനോട്ട ചുമതല വഹിച്ചിട്ടുള്ള കേരള പൊതുമരാമത്ത് വകുപ്പും അതുപോലെ തന്നെ കേരള റോഡ് ഫണ്ട് ബോർഡും ഏത് രീതിയിലാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെറും ഒരു റീൽസ് ഇട്ട് കടന്നു പോവുക, അല്ലെങ്കിൽ പാലം യാഥാർത്ഥ്യമായ ഒരു ഭരണ നേട്ടമായി എടുത്തു പറയുക എന്നതിലുപരി ഇതൊരു എത്രത്തോളം ആളുകൾ ഈ പാലം ഉപയോഗിക്കണം, എത്രത്തോളം സഞ്ചാരികൾ ഇതിലൂടെ കടന്നു പോകണം, അവരുടെ സുരക്ഷ, അതിനടിയിലൂടെ കടന്നു പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, ഇതൊന്നും മുൻകൂട്ടി കാണാതെ ഒരു ഭരണം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ഇരിക്കുമ്പോൾ അതിനൊരു നേട്ടമായി എടുത്തു പറയാൻ വേണ്ടിയിട്ട് തിരക്കുകൂട്ടി ഈ വർഷം അവസാനം ഇതിന് ഉദ്ഘാടനം കഴിക്കുമെന്നുള്ള രീതിയിൽ കഴിക്കട്ടെ. ഞാൻ ആ പ്രദേശവാസി കൂടിയാണ്. ആ പ്രദേശത്ത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേയുള്ള ആളുകളുടെ ചിരകാല സ്വപ്നമാണ്. അതിനുവേണ്ടി
ഒരുപാട് നാട്ടിലെ ആളുകൾ അതിനുവേണ്ടി പ്രയത്നിച്ച് അതിന്റെ ഭരണകേന്ദ്രങ്ങൾ ഒരുപാട് ബന്ധപ്പെട്ട് അതിന്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് തോരായിക്കടവ് പാലത്തിന് വേണ്ടി ഫണ്ട് വകയിരുത്തുന്നതും അത് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നു. ഞങ്ങളൊക്കെ അതിൽ അഭിമാനിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഈ പാലം പ്രവൃത്തി 1.5 വർഷമായി ആരംഭിച്ചിട്ട് ആ 1.5 വർഷത്തിനിടയ്ക്കിൽ ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ഭരണാധികാരികൾ ഇത് സത്യസന്ധമായിട്ടാണോ നിർവഹിച്ചിട്ട് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ട സമയമാണ് സത്യത്തിൽ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് ഈ അപകടം മറ്റൊരു ദുരന്തമല്ലാതെ ആയിപ്പോയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പാലത്തിന്റെ സമയത്ത് നിന്ന് കടന്നു വന്നിട്ടുള്ളത്. ഇനി ഒരു കാര്യം ഞങ്ങൾ ഒരു നാട്ടുകാരനും നിലയിലും ഒരു പൊതുപ്രവർത്തന രീതിയിൽ എന്ന് പറയാനുള്ളത്, ഇതിന്റെ കൃത്യമായ മേൽനോട്ട ചുമതല നോക്കി നടത്താൻ ഇവിടുത്തെ സർക്കാരും അതിന്റെ ബന്ധപ്പെട്ട അധികാരികളും അതിന് കൃത്യമായ നിർദ്ദേശം നൽകി. ഇത് ഒരു കാരണവശാലും ഈ PMR കൺസ്ട്രക്ഷന്റെ തലയിൽ ചാരി ഇതിന്റെ കേരള പൊതുമരാമത്ത് വകുപ്പിന് അതിൽ നിന്നും മാറി ഒഴിയാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യമായി ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇതിന് കൃത്യമായിട്ട് പഞ്ചായത്ത് അധികാരികൾ മുതൽ അതിന്റെ പൊതുമരാമത്ത് വകുപ്പ് വരെയുള്ള ആളുകൾ കൃത്യമായ മേൽനോട്ടം നൽകിക്കൊണ്ട് ഒരു പെട്ടെന്ന് കഴിച്ചു തീർക്കാനുള്ള ഒരു വഴിപാട് ആക്കി മാറ്റാതെ കൃത്യമായിട്ട് സുരക്ഷ നൽകിക്കൊണ്ട് ഭാവിയിലും 1000 വർഷം കാലം കഴിഞ്ഞാലും ഈ പാലം നല്ല രീതിയിൽ സുരക്ഷ പോലെ തന്നെ ഈ ഒരു കൊയിലാണ്ടി ബാലുശ്ശേരി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാലം തന്നെയാണ് വരാൻ പോകുന്നത്. നാട്ടുകാരുടെ ഒരു ചിരകാല അഭിലാഷം തന്നെയായിരുന്നു ഇപ്പോൾ വെള്ളത്തിലായിരിക്കുന്നത്. ഇത്രയധികം കോടികൾ മുടക്കി ഇങ്ങനെ ഒരു മേൽനോട്ടവും ഇല്ലാതെ നടത്തുന്ന ഈ ഒരു പാലം, അത് ഗുണനിലവാരമില്ലാത്ത ഒരു നിർമ്മാണം ഭാവിയിൽ തന്നെ പാലത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ നിങ്ങളുടെ എല്ലാം സുരക്ഷയെ ബാധിക്കുമെന്നൊരു ആശങ്കയും ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായും ഞാൻ നിങ്ങൾ നേരത്തെ എന്നെ ഈ ചർച്ചയിലേക്ക് വിളിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഈ ചർച്ചയിൽ 100% പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രദേശത്തെ ഒരു പ്രദേശവാസി എന്ന നിലയ്ക്കാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ഇത് ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. ഈ പാലത്തിന് വേണ്ടി പ്രയത്നിച്ചത് രാഷ്ട്രീയത്തപ്പുറമായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിക്കകത്ത് എല്ലാവിധത്തിലും കോൺഗ്രസിൻ്റെതായാലും CPM-ൻ്റെതായാലും ജനതാദളിൻ്റെതായാലും BJP-യുടേതായാലും രാഷ്ട്രീയമുള്ളവരെയും രാഷ്ട്രീയമില്ലാത്തവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാലത്തിന്റെ ഈ പാലം പണി യാഥാർത്ഥ്യമാക്കാമെന്ന നാട്ടുകാരുടെ സ്വപ്നം ആയി കരുതിക്കൊണ്ടാണ് കമ്മിറ്റി ഉണ്ടാക്കിയതും അതിന് ആ കമ്മിറ്റി പിന്നീടാണ് MLA-മാരുടെ അടുത്തും അതിന്റെ കീഴിലായി മന്ത്രിമാരുടെ അടുത്തേക്ക് കടന്നു ചെന്ന് ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ എടുത്ത വർഷങ്ങൾ കുറെയാണ്, ഇതിനു വേഗത്തിൽ പരിശ്രമിച്ച വർഷങ്ങൾ കുറെയാണ്. അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് വന്നിട്ടുള്ള 24 കോടി ഫണ്ട്. ആ ഫണ്ടിനൊക്കെ ഞങ്ങൾ ഒരു പ്രദേശവാസി എന്ന നിലയ്ക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആ ഫണ്ട് നൽകിയത് ഞങ്ങൾ സന്തോഷിക്കുകയാണ്. നാട്ടുകാരുടെ പോലെ തന്നെ ഞങ്ങളൊക്കെ സന്തോഷിക്കുകയാണ്. പക്ഷെ ഇത് യാഥാർത്ഥ്യമാക്കുമ്പോൾ അത് 100% ആത്മാർത്ഥതയോടെ ആകണം എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഒരു ഭരണം കഴിയാൻ പോകുന്ന സമയത്ത് അവസാനം ഉദ്ഘാടനം കഴിച്ചു പോകാം, അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാം എന്നുള്ള ക്രെഡിറ്റ് ആരോ എടുത്തോട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് ഈ പാലം പണി യാഥാർത്ഥ്യമാക്കി കഴിയുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകൾ എന്നും സുരക്ഷിതരായിരിക്കണം എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസിനും അതുപോലെ തന്നെ പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് അവരുടെ ഒരു ഭാഗമായി കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.